വർഷത്തെ തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ പൂരം നടത്തിപ്പിനായി തുക കണ്ടെത്തുന്ന പൂരം പ്രദർശനത്തിനുള്ള സ്ഥല വാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് വർദ്ധിപ്പിച്ചു. 2 കോടിയിലധികം രൂപയാണ് വാടകയായി ആവശ്യപ്പെട്ടത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ പ്രദർശനം നടത്താൻ കഴിഞ്ഞ തവണ നൽകിയത് 42 ലക്ഷം രൂപയായിരുന്നു. എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, ഈ ആവർത്തിച്ചുള്ള ആവശ്യങ്ങളൊക്കെ ദേവസ്വം മന്ത്രി ചെവികൊണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. തീർച്ചയായും അനു, ഈ വിഷയത്തിൽ ഇതുവരെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ടിട്ടില്ല എന്നാണ് ഇരു ദേവസ്വങ്ങളും പറയുന്നത്. അതോടൊപ്പം തന്നെ ഭീമമായ തുകയാണ് ഈ ഇരു ദേവസ്വങ്ങൾക്കും മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ പൂര പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള തറവാടക നേരത്തെ തന്നെ ഭീമമായി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരുന്നത്. കഴിഞ്ഞ തവണത്തെ പൂര പ്രദർശനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ നിന്നും ഇരു ദേവസ്വങ്ങളും വിട്ടുനിന്നിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ 2 കോടിയിലധികം രൂപയാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇവരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. 8 ഘടകക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ പൂരത്തിൻ്റെ ചിലവുകളൊക്കെ വഹിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. അതിൽ തന്നെ വലിയ ഒരു തുക ചിലവാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും കൃത്യമായിട്ടും ഈ പൂരത്തിൻ്റെ അടക്കം പ്രദർശനത്തിൻ്റെയും ഒക്കെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ചതാണ്. ആ പരിശോധിച്ചതിൽ നിന്നും അത്രയും വലിയൊരു തുക നൽകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ പൂരത്തെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് CPM നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്നാണ് ഇരു ദേവസ്വങ്ങളും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, അതായത് ഇനി വരുന്ന പൂരങ്ങൾക്ക് ഈ 2 കോടി രൂപ നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് കൂടെ അറിയിക്കാനാണ് ഇരു ദേവസ്വങ്ങളും ഇന്ന് സംയുക്തമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് CPMൻ്റെ നേതൃത്വത്തെയും അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെ അറിയിച്ചിരുന്നു. എന്നാലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ആരും തയ്യാറായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം കൃത്യമായിട്ടും ഈ ഒരു പൂരത്തിനെ എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് തന്നെയെന്നാണ് ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു സഹായവും, അതായത് പൂരത്തിനുള്ള വലിയ തരത്തിലുള്ള ഒരു സഹായമൊന്നും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകി വരുന്നില്ല. എന്നിരുന്നാലും വലിയ തരത്തിലുള്ള ഭീമമായിട്ടുള്ള നടവരവ് കൃത്യമായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘടകക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ മറ്റ് വാദ്യം, ആന, അതുപോലെ തന്നെ മറ്റ് ചിലവുകളെല്ലാം വഹിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തറവാടക ചോദിക്കുമ്പോൾ ഈ പൂരപ്രദർശനവും അതുപോലെ തന്നെ പൂരവുമൊക്കെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ പ്രവർത്തിക്കുന്ന നെഹ്റു പാർക്കിനുൾപ്പെടെ തുച്ഛമായ തുകയാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് വാടകയായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇടവയ്ക്കുന്നത്. എന്തായാലും ഈ കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം ഇത്തരത്തിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള ഉത്സവത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇരു ദേവസ്വങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്, ഇനി 2024 ഭൂമി വിട്ടു നൽകണമെങ്കിൽ കൃത്യമായിട്ടും ഈ 2 കോടിയിലധികം രൂപ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ തവണ ഈ പൂരം പ്രദർശിപ്പിച്ചതിൽ 42 ലക്ഷം രൂപയാണ് ഇരു ദേവസ്വങ്ങളുമായി കെട്ടിവെക്കേണ്ടി വന്നത്. നേരത്തെയൊക്കെ തന്നെ 40 ലക്ഷത്തിന് ഉള്ളിൽ മാത്രമുണ്ടായിരുന്ന ഈ തുകയാണ് പെട്ടെന്ന് ഇത്ര ഭീമമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അനു. ശരി മനോജ്.